നേരം വെക്കുന്നതിന് മുമ്പ് നരയുടെ പുതിയ യൂണിഫോം ഉണ്ടോ? ഇതാണ് മോശമാണെന്ന് പറഞ്ഞത്. ഇതിനെന്നാടി കുഴപ്പം? എന്നാ കറക്റ്റ് അടിയാതെ ഇത് വലുതാണോ? ആരാണ്ട് ഇത് കിട്ടുന്നതിന് മുന്നേ പറഞ്ഞു വളരെ മോശമാണ്, ഇത് രസമില്ലാത്തതാണെന്ന് പറഞ്ഞു. പക്ഷെ ഇപ്പൊ കണ്ടോ, നല്ല നല്ല യൂണിഫോം, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇപ്പോഴാണൊരു പഠിക്കുന്നുണ്ടെന്നൊരു തോന്നിയത്. പാവടല്ലേ, ഇത്രയൊന്നും ശ്രദ്ധിച്ചോളാം. ഞാനൊന്ന് ശ്രദ്ധിച്ചേ. അതിങ്ങോട്ട് എണീറ്റ് വന്ന കണ്ടില്ലായിരുന്നോ? ഞാൻ ഇങ്ങോട്ട് വന്നപ്പോ നൈസായിട്ട് കണ്ണ് തുറന്നേ, ഇപ്പൊ യൂണിഫോം കണ്ടപ്പോ എണീറ്റ് വന്നാ. ഇന്നലെ എന്നോട് പറഞ്ഞായിരുന്നു ഇതിട്ടോണ്ട് പോണോന്ന്. കഴനൊക്കെയോ കറന്നൊക്കെയോ അയ്യോ, വിളിക്കാതെ എണീറ്റ് വന്നു. രാവിലെയോ? കൊതുക് ഉണ്ടാ പേടി. ഇതന്നെ അലാറോ? മുട്ടായി കൊടുക്കാൻ? ആ പിന്നെ അതൊക്കെ തീർന്നു. അപ്പൊ റോസോ? റോസും തീർന്നു. എന്നാ റോസ്? ഇപ്പൊ റോസ് ഒന്ന് പോയാടി. എങ്ങനെയുണ്ടോ യൂണിഫോം? നാരായണ ചോറുണ്ടോ? ഹോട്ടലിൻ്റെ ലുക്കില്ലേ ഇപ്പം? പഴയ ഹോട്ടലിൻ്റെ. എന്നോട് എഴുന്നേക്കാ പറഞ്ഞതല്ലോ. അവിടെ കാണില്ല, അവിടെ കാണുമോ? എടുക്കല കറക്റ്റ് സമയം സ്കൂളിൽ പോയില്ലേ? അത് പൈസ ഒക്കെ എടുത്തിട്ടുണ്ടോ? എസ്റ്റ് രാവിലെ കിട്ടുമോ? കിട്ടിയാ കേട്ടോ, എസ്റ്റിക്ക് ടൈം ഉണ്ട് കിട്ടാൻ. 6 മണി കഴിഞ്ഞാൽ കിട്ടൂടി, ക്ലാസ്സാന്ന് പറഞ്ഞേ. എടുത്തിട്ടില്ലേ? സാരി സാധനമൊക്കെ അതിനകത്തുണ്ടല്ലോ അല്ലേ? എന്തോന്നാണ് ഇല്ലേ? കഴിക്കുന്ന കാര്യമുള്ളൂ എനിക്ക് പേടി. ചായ കുടിച്ചത് കഴിച്ചോ? പഴമൊക്കെ കഴിച്ചോ? 5 എടുത്ത് വെച്ചേക്കാം അല്ലേ? എടുത്ത് വെച്ചേക്ക്, ഫ്രണ്ടിലോട്ട് എടുത്ത് വെച്ചോ. ഈ സൈഡിലോട്ട് വെച്ചോ, ഈ സൈഡിൽ പോകത്തില്ല. ഈ സൈഡിലോട്ട് എടുത്തോ. അതിന്റെ ആവശ്യമില്ല എനിക്ക്. എന്താ? പോക്കറ്റ് ഉണ്ടല്ലോ അല്ലേ? അതും പോവാണ്ടല്ല, കോട്ടിന് പോക്കറ്റ് ഉണ്ട്. വെള്ളമൊക്കെ എല്ലാം ചെയ്തോണേ. വെള്ളം കുടിച്ചോണം. കൊലുസിട്ടില്ലേ? അതെ, കളിക്കുമ്പോ ചൂരി പോകുന്നുണ്ട്. ആടാൻ പോട്ടെ, അവള് പോട്ടെ, കേട്ടിട്ട് പോക്കോ. അമ്മേ, ഏത് സെറായിക്കാണോ പോന്നേ? ഇപ്പൊ കൊച്ചവിടെ നിൽക്കുവോ അവള്? അവള് 6:30 ആകുമ്പോ വരും. വിട്ടു. അവള് പോയിട്ട് വരട്ടെ. അവക്ക് ഇന്ന് യൂത്ത് ഫെസ്റ്റിവലാണ്. സുന്ദരി രാവിലെ എണീറ്റ്, സുന്ദരി അങ്ങ് എണീറ്റ്. തീ വേണമാണോ? അത് കഴിഞ്ഞ് പല്ലൊക്കെ തേച്ച് കുളിച്ച് പോകണ്ടേ? ഫോൺ എടുത്തില്ലെന്ന് തോന്നുന്നു. അത് അവിടെ ഇപ്പില്ലേ? ഉണ്ടോ? ഇല്ല. നീ എപ്പം വരും? പോയാ വൈകിട്ടൊക്കെ വരുള്ളൂ, എപ്പോഴാണ് അറിയത്തില്ല.
അവന് മറ്റേ ചങ്ങല ഇട്ടോ വലിയ, കേട്ടോ. അല്ലെങ്കിൽ പിന്നെ അവൻ ചാടിപ്പോയി നേരത്തെ പോലെ. പോകോ ശരിക്കും കരുതാൻ പറ. ആരാ? അവരെല്ലാം പണി തിരക്കാന്നേ. ചുമ്മാ അവർ തുറന്നിട്ട് പോലില്ല വാതിൽ. അവിടെ ഇല്ലേ ചേച്ചി ഉണ്ടാവും. ചേച്ചി ഉണ്ടാവും. ഇല്ല അവിടെ പോയി ആരാ? എന്തിയാണോ എനിക്കറിയത്തില്ല. എഴുന്നേറ്റില്ലെന്ന് തോന്നുന്നു. അവർക്ക് പോകാൻ സമയമായില്ല. ഇല്ല. ജയന്ത ഉണ്ടോ? ഉണ്ട്. ഉണ്ടോ? ഉണ്ട്. കൊച്ചോ? കൊച്ചുണ്ട്. അവരവിടെ ടി വി ഒക്കെ കാണുന്നു. ചേട്ടാ തുറന്നിട്ടില്ല കണ്ടോ. ചേട്ടൻ്റെ സാരി ഇല്ലേ? അവിടെ ഉണ്ട്. ഇവിടെ കൊട്ട് ഞാൻ കേൾക്കുന്നില്ല. അമ്പലക്കൊട്ടോ? ലേറ്റായോ? അത് എവിടെയാണോ സ്ഥലം? എനിക്കറിയത്തില്ല. വിജയമ്മ അതിപ്പോൾ ഞാനിപ്പോൾ വരേണ്ട സമയം ഇപ്പം വരും. ബാ നമ്മൾ താഴെ പോയിക്കാൻ വരും. ബാ പിടിക്കുക, കൈ പിടിച്ചു ഇറക്കാം. വരൂടി ഇപ്പോൾ വരും. ഇത് ഡ്രാഗൺ ഫ്രൂട്ടാ പൂ കാ ഉണ്ടായി ഒരെണ്ണത്തെ ഉണ്ടോ? അങ്ങ് ആവശ്യം കാണാവോ? ഓക്കെ ഡ്രാഗൺ ഫ്രൂട്ട് കണ്ടോ ഉണ്ടായേ അവിടെ ഒരെണ്ണം. കഴിക്കുന്നതാണ്. പക്ഷേ ഒരെണ്ണം ഉണ്ടായിട്ടുണ്ട്. ഒരു വർഷം കണ്ടത് പോലും ഇല്ല വെച്ചിട്ടും തോന്നുന്നു. അപ്പം തന്നെ അതെല്ലാം ഉണ്ടായി. നമ്മൾ കഴിച്ചിട്ടുണ്ടല്ലോ. അതിൽ ഒരു വർഷമായപ്പോൾ തന്നെ ഒരെണ്ണത്തിലുണ്ടായി. പിന്നെ നിറച്ചുണ്ടാവും അടുത്ത വർഷമൊക്കെ ആകുമ്പോൾ. നല്ല വെയിലുള്ളതുകൊണ്ടേ അത്ര ഉള്ളടി അത്. ബാ അങ്ങോട്ടല്ല ഇങ്ങോട്ട്. ചോറ് ചോറ് നോക്കിയതാ മോളെ പേന വിനീത. വിനീത വിനീത വീട്ടില് ചോറ് മീൻകറി. മോളെ പോയിട്ട് പോയേ. ശരി എന്നാ കഴിക്കേ? ചോറ്. ബസ്സിനാണ് പോകുന്നേ. ചേച്ചി 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 ഏത് ചേച്ചി? എന്നാ മര്യാദക്ക് നോക്കി കടയിൽ നിൽക്കാം. എവിടെയാ മണി? എവിടെ? ചേട്ടനല്ലേ? വാ ചേട്ടൻ പണിക്ക് പോയി. മതിയോ? നമ്മൾ നിൽക്കാം. വരുമോ? വരും. എവിടെ? ഇവിടെ വരും. അവിടെ നിൽക്കേ, അവിടെ നിൽക്കേ. ആ മതി. എവിടെ പോവാടി?
ആ ഇവിടുത്തെ ചേട്ടൻ. ചേട്ടനാ ഇവിടെ വീട്ടിലെ. ആ ആ പട്ടിയൊക്കെ ചുമ്മാ ഇങ്ങനെ പോവാ അങ്ങോട്ടെങ്കിലൊക്കെ. അവിടെ നിന്നോടി. എവിടെ പോവാ നീ? നാരായണിക്ക് ഇന്ന് കലോത്സവമൊക്കെ ആയതുകൊണ്ട് നേരത്തെ പോയി. അത് അങ്ങനൊരു ബസ് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. പോയോ? എന്നാ എന്നാ സ്കൂളിൽ പോകുന്നില്ല അപ്പം? എന്നാ പിന്നെ സ്കൂളിൽ ആരൊക്കെയാ ഉള്ളതെന്ന് എനിക്കാണ് അറിയാം, നിനക്കല്ലേ? അടുത്തോ? വേണ്ട ഇരിക്കണ്ട, ഇപ്പം ബസ് വരും. ബസ് ഇതേ വരുന്ന വരും ഇപ്പം. തക്കുടൂനെയൊക്കെ കയറ്റിക്കൊണ്ട് ഇപ്പം വരും. ബാ ബാ എഴുന്നേറ്റ് വാ. ഈ ബസ് വരുമെന്ന് വരാറായി. ആ നന്നായി ഉണ്ടായിരുന്നു. ആ ചുമ്മാ നരമ്പുണ്ടാക്കല്ലോ കേട്ടോ. ഇന്ന് ബസ്സൊക്കെ വന്നോളും. ബസ്സിന് അറിയത്തില്ല വരാൻ. ഇങ്ങോട്ട് ഇറങ്ങി നിൽക്കും. ഇവിടെ താഴോട്ട് ഇറങ്ങി നിൽക്കും. വരുന്നു കുടുംബം വന്നേ. അപ്പോൾ ഞാൻ ഏകദേശം ഇറങ്ങുകയാണ്. പോകാൻ നേരത്തെ കണ്ണാടി നോക്കിയാലൊരു സമാധാനമില്ല. അങ്ങനെ അവിടെ കഴിയുമ്പോൾ ഇതെല്ലാം കൂടി ഇങ്ങനെ പോരും. മതി. കുടയെടുത്തു, എല്ലാം എടുത്തു. എന്ന് ഇപ്പം ശങ്കര പാക്കര വിവാഹകാര പോവാ. മുമ്പ് ഇപ്പോൾ കിടന്നൊരു ബഹളമുണ്ട്. അയ്യോ പുത്തോന്നും പറഞ്ഞു. സുന്ദരാ പോയിട്ട് വരാം കേട്ടോ. എടാ നിന്നെ ഇവിടെ വളർത്തുന്നത് എന്തിനാണെന്നറിയോ? വീട് കാവലിനാ, അല്ലാതെ ഞങ്ങൾ പോകുമ്പോൾ തെണ്ടാൻ പോകാൻ വേണ്ടിയല്ല കേട്ടോ പറഞ്ഞത്. ആ പോയിട്ട് വരാം, ബഹളം വെക്കണ്ട. അവൻ നമ്മളാളെ ഇവിടെ ഇല്ലെങ്കിൽ അതിന് മുന്നേ പോയി. ഇന്നലെ വീട് നോക്കാനുള്ളേനെ അവന് അങ്ങ് പോവുക. അയ്യോ ഒരു കാര്യം മറന്നുപോയി, വാച്ചിട്ടില്ല. ഒന്ന് പോയി നോക്കാം.
ജോഷിയുണ്ട്. പോയോ? പോയോ? ഇല്ല, കവലയിലോട്ട് പോകുന്നു. നമുക്ക് എന്തെങ്കിലും ഒരു സംഭവം മറന്നു പോയാൽ കൂട്ടുന്നില്ല. ചേട്ടാക്കി വരും. അമ്പലത്തിൽ പോയിട്ട് ശബരിയെ വിട്ടിട്ടെ നമ്മളൊരു കാര്യം മറന്നാൽ അത് കറക്റ്റായിരിക്കും കേട്ടോ. നമുക്കെന്തോ ഒരു മറന്നല്ലോ എന്നുള്ളൊരു മനസ്സിലിങ്ങനെ ഒരു സംഭവം ഉണ്ടാവും. എനിക്കുണ്ടായിരുന്നു എന്തോ മറന്നു വാച്ചിൻ്റെ കാര്യം. സിംബ വീണ്ടും ബൈ. അല്ല വന്നേ, ഇത് ഞാനാണ്. എന്താ എന്ത് പറ്റി? അപ്പോൾ പോട്ടെ. ഇന്നലെ തരാമെന്നാണ് പറഞ്ഞിരുന്നത്, ഇന്നലെ തന്നിട്ടില്ല. അങ്ങോട്ടാ എവിടെയൊന്നും ഇല്ലേ? ആ പുള്ളി പറഞ്ഞല്ലോ. മറ്റവനെ കാണാനില്ല. ജയ പോയെന്ന് തോന്നുന്നു. കുറച്ച് എഡിറ്റ് ചെയ്യാനുണ്ടായിരുന്നു, അത് കഴിഞ്ഞപ്പോൾ തന്നെ ഇത്ര സമയമായി. നീ ഇവിടെ കിടന്നോ? കടയിൽ നിന്ന് പഴം മേടിച്ചപ്പോൾ കൊല്ല സ്ഥലത്ത് ഇങ്ങനെന്നാ. ഇന്നും താഴെ പണിയുണ്ട്, വയറിങ്ങിന് കുറച്ച് ഹെൽപ്പ് ചെയ്ത് കൊടുക്കണം. പോയിട്ടില്ല.
വാഗമൺ പഴയ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങാനുള്ളതിന് ഞാൻ പുതിയ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയിട്ട് അപ്പുറത്ത് നടക്കുക. എന്തപ്പാ അവിടെ ഒന്നിറങ്ങി ആ ബസ് സ്റ്റാൻഡ്. എന്തിൻ്റെ കേടായിരുന്നു. ഇനിയിപ്പോൾ അവിടെ വന്നിരിക്കണം. അതിൽ ഞാൻ പോയി വേറെ കൊണ്ടാപ്പിലേക്ക് ഇടുകയുള്ളൂ. ജയച്ചാച്ചൻ വന്നിട്ടുണ്ടായിരുന്നു. ജയച്ചാൻ രാവിലെ ഒന്നും കഴിച്ചില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യൻ കോഫി ഹൗസിലോട്ട് പോവാം. ശാംഭവി MRI എടുത്ത ഹിന്ദു ലാബ് ഇവിടെയാണ്. ശാംഭവിക്ക് MRI എടുത്തില്ല, 2-3 തവണ ഇരുന്നിട്ടുണ്ട്. അല്ലാതെ ഇവിടെ നിന്ന് അങ്ങനെ ഇറങ്ങി. ഇനിയിപ്പോൾ അടുത്തത് അങ്ങോട്ടാ, വീട്ടിലോട്ട്. ICUന്ന് വാർഡിലോട്ട് മാറ്റി. ഇനിയും എത്ര ദിവസം കിടക്കണമെന്ന് വാർഡിന് അറിയത്തില്ല. ചിലപ്പോൾ നാളെയോ അല്ലെ നാളെ കഴിഞ്ഞാണോ അറിയത്തില്ലേ. ഇവിടുന്ന് നാഗമ്പടത്തിന് ബസ്സുണ്ടോ? അല്ല, ഇവിടുന്ന് ഇപ്പം നാഗമ്പടത്തിന് ബസ് എപ്പോഴും കാണുമല്ലോ. അതാണ് ബസ് സ്റ്റാൻഡ്. ഇനി അവിടെ പോയി നാഗമ്പടത്തിൻ്റെ ബസ് കയറണം. എന്നിട്ട് അവിടുന്ന് മുണ്ടക്കയം ബസ്സേ കയറണം. പ്രകടനം ഭയങ്കര ഹാപ്പിയാണ്. വാർഡിലോട്ട് മാറ്റിയതിൻ്റെ സന്തോഷമാണ്. പുള്ളിക്ക് എൻ്റെ സീരിയസ്നെസ് ഒന്നും ഇതുവരെ മനസ്സിലായിട്ടുള്ളതെന്ന് തോന്നുന്നു. ഇതൊക്കെ വെറും പനി വന്നിട്ട് മാറുന്ന ഒരു സംഭവമാണ് കേട്ടോ. അല്ല, വലിയ പനിയില്ലെന്ന് പറയുന്നത്. മുണ്ടക്കൈയല്ല, മുണ്ടക്കൈ. ഡ്രൈവറില്ലാതെ ബസ് അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. ഡ്രൈവറെ കാണുന്നില്ല. ഇന്നും ഇവിടെ പണിയായിരുന്നു രാവിലെ തൊട്ട്. ക്യാമറ ഒന്നും കൈകൊണ്ട് തൊടാൻ പോലും നേരം കിട്ടിയില്ല. ഏകദേശം കുറച്ചൊക്കെ തീർന്നു. ഇവിടുന്ന് തന്നെ കൊണ്ട് ശാമ്പു വിളിക്കുന്നത്. അതൊക്കെ ഒന്നേരം ഇട്ടായിരുന്നു. ഇനിയിപ്പോൾ ചോദിച്ചാൽ ഞാൻ ഇവിടുന്ന് എടുത്ത് തരാമല്ലോ.
അതെന്നാന്നറിയോ, പുള്ളി കിട്ടിയിട്ട് പുള്ളി കുറേ ദിവസം കഴിഞ്ഞാൽ പറഞ്ഞത്. അപ്പോഴത്തേന് ഞാൻ കളഞ്ഞു. അതിൻ്റെ ഫുള്ള് വീഡിയോ ഇല്ലേ, മൊത്തം ചെയ്തേ, അതേ ഉള്ളൂ. അല്ല ഇട്ടില്ല. പുള്ളിയോട് ഞാൻ ഇടാം എന്നാ, പുള്ളിക്ക് മെസ്സേജ് അയച്ചിട്ട് പുള്ളിയെ കിട്ടിയില്ല. എന്നിട്ട് പിന്നെ ഞാൻ അതിനെ കളഞ്ഞു. ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോഴാണ് പുള്ളി വിളിക്കുന്നത്. അന്നേരത്തേന് എനിക്കിത് വെച്ചോണ്ടിരിക്കത്തില്ല, സ്ഥലമില്ലല്ലോ, കുറേ ഉണ്ടല്ലോ. ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പുള്ളി എന്നെ വിളിച്ചത്. കൊച്ചു വരാം. ബൈക്കിനാണ് പോകുന്നത്. ബൈക്കിനാണ് പോകുന്നത്. ആറ് ബൈക്കിനാണ് പോകുന്നത്. ആറ് ബൈക്കിനാണ് പോകുന്നത്. അണച്ചൂര അവരുണ്ട്. ബാ, നടന്നു പോകണ്ട. നടന്നു പോകുന്നില്ലെന്നേ, അങ്ങോട്ട് പോകണ്ടേ, ബൈക്കിലോട്ട് പോകണ്ടേ. കാറ് മതിയോ? കാറ് നമ്മുടെ അവിടെ കയറി പോണ പാടാ. ദീ ഇങ്ങോട്ട് ഇങ്ങോടാ. ഇല്ല മനസ്സിലായി. താക്കോലുണ്ടോ? പറ. കുമാർ മുട്ടടിക്കുന്നത്. അതൊരു കുമാർ മുട്ട അടിക്കുന്നത്, മുടി വെട്ടുന്നത്. മുട്ടടിക്കുന്നതോ? അല്ല, ചെറുക്കല്ലേ. പിന്നെ മറ്റേ ഒന്നും പോയില്ല, ഉമ്മ. അയ്യോ ഭയങ്കര അടങ്ങിട്ട് പോലില്ല കാലം അവിടെ. ഒരു കാല് തൂക്കിയിട്ടുണ്ട്. തൂക്കിയിട്ടാ ചെരുപ്പ് ഊരിപ്പോ കളഞ്ഞോ? നീ അങ്ങനെ വെച്ചാൽ എപ്പോൾ വരും? താഴോട്ട് നോക്കല്ലേ, മണ്ടലോട്ട് പോക്ക്. അങ്ങനെ ഓടിയോ? അങ്ങനെ ഓടിയോ? കാല് വിട്. വണ്ടി പട്ടി കാല് വിടാമോ? റോഡൊക്കെ ആരെങ്കിലും തൂത്തുകാരി ഇവരൊക്കെ ഓരോ വീടുകാര് ആണോ? ചന്തം
ആ താങ്കളുടെ സ്ഥലമാണോ? ആ ആണോ? ആ അവിടം വരെ ആ കയറ്റം വരെ അവിടെ നിന്ന് ആ അവിടം തൊട്ട് അവിടം വരെ ആ കയ്യാലയുടെ അവിടം തൊട്ട് ചേച്ചി ചക്ക ബജ്ജി വന്നേ കപ്പ എന്തിനാണ് ആ എനിക്കറിയത്തില്ല. കപ്പ ഉണ്ടോ കപ്പയൊന്നും ഇല്ല. കപ്പ ഉണ്ടോ അവളുടെ കൂടെ കപ്പ പിടിക്കുന്നുണ്ടോ കപ്പ പുഴുങ്ങിയില്ല, പുഴുങ്ങി തരാമെന്ന് പറഞ്ഞാണ് ചെയ്യാം. വൈകിട്ട് വരുമ്പോൾ പുഴുങ്ങിയില്ലോ. അതെന്നൊക്കെയാ അത് ഞാൻ വന്നിട്ട് എനിക്ക് എടി കുത്തി ഇടണോ? പുതിക്കത്താ കറുപ്പൊടി. ചക്ക പിടിക്കുന്നത് വേണം. ചക്ക പിടിക്കുന്നതാ ചക്ക പിടിക്കുന്നതാ കപ്പ പിടിക്കുന്നത്. ഈ ഹോസ്പിറ്റലിലായിരുന്നു ഞങ്ങളെ ആദ്യം കൊണ്ടുവന്നത്. അത് കഴിഞ്ഞിട്ടാണ് കോട്ടയം മെഡിക്കൽ കോളേജിലോട്ട് കൊണ്ടുപോയത്. കുണ്ടും കുഴിയാണ്, ഇരുട്ടാണ്. ഇച്ചിരി താമസിച്ചുപോയി. നേരത്തെ ഇറങ്ങാമെന്ന് വിചാരിച്ചു, പക്ഷേ നല്ലൊരു കൂട്ടുകാരൻ വരാനുണ്ടായിരുന്നു. പുള്ളി വന്നു കഴിഞ്ഞിട്ട് നല്ല ഇരുട്ട്, കൂരിരുട്ട്. ടോർച്ചിൻ്റെ വട്ടം ഉണ്ട്, അത് മതി, നടക്കാൻ അതൊക്കെ മതി, അതിൻ്റെ ആവശ്യമുള്ളൂ. വഴിവിളക്ക് കത്തുന്നില്ല, അവിടുത്തെ വിളക്ക് മാത്രമേ കത്തുന്നുള്ളൂ. അതെ, ഞാൻ ട്രസ്റ്റ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കൊറോണയ്ക്ക് മുന്നേ. അപ്പോൾ ഏകദേശം ഇതൊക്കെ ഈ സമയത്താണ് ഞാൻ വന്നുകൊണ്ടിരുന്നത്. ഇതിലും ലേറ്റായിട്ടുണ്ട്, അതുകൊണ്ട് അങ്ങനൊരു ശീലം അന്നുണ്ടായിരുന്നു. സിംബായേ വന്നതാ, ഞാൻ വന്ന് എന്നെവിടെ നിന്ന് തെണ്ടാൻ പോയത്. ഞാൻ എന്നെവിടെ നിന്ന് തെണ്ടാൻ പോയോടാ. ശംഭുക്കുട്ടിയേ അറിയില്ല. ആ എന്നാ എന്താണ്? ആഹാ ഇങ്ങോട്ടോ
കണ്ടോ അത് തല്ലിയോളെ. അമ്മ കപ്പ പുഴുങ്ങിയതുണ്ടോ? കപ്പ പുഴുങ്ങിയതില്ല. പുഴുങ്ങാൻ അമ്മ ഇവിടെ ഇല്ലായിരുന്നല്ലോ. പിന്നെ എന്നാ എനിക്ക് ജയം ഉണ്ടാക്കി തന്നാൽ മതി. ചേമ ഒന്നും ഉണ്ടാക്കില്ല തന്നില്ല. ചേമയും കാച്ചിലൊക്കെ അറിയാ. എന്തോന്ന് കാറിന്റെ കാറ് വെക്കാൻ ഒന്നുമില്ല. എന്താ വിളിച്ചേ? സംഭവിക്ക് വീട്ടിൽ കയറിപ്പോ മതി. ഗ്ലാസ് ഒക്കെ പോകും താഴെ മതി. പല്ലുവേദന കുറഞ്ഞോടി?